ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വന്നേക്കുകയാണ്. അപ്പോൾ ഇന്നലെ നോമിനേറ്റ് ആയവരെ എല്ലാവരും നമ്മൾ ബിഗ് ബോസിൽ കണ്ടല്ലോ ആരൊക്കെയാണെന്ന്. അപ്പം ആദ്യമായിട്ട് അതായത് പിന്നെ വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ അനുമോളാണ് കേട്ടോ. അനുമോൾക്ക് ശരിക്കും ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അനുമോളാണ് അത്യാവശ്യം ഫസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ സെക്കൻഡ് വന്ന ആളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഭയങ്കര നെഗറ്റീവ് വാരി കൂട്ടി ഈ തള്ളി മറിച്ചിട്ടാണ് ബിഗ് ബോസിലോട്ട് പോയത്. ആ പുള്ളിയാണ് സെക്കൻഡ് വന്നത്. വേറെ ആരും നമ്മുടെ രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതി ഇന്നലെ പറയുന്ന സൂപ്പർ ഒരു ഡയലോഗുണ്ട്. ഞാൻ ഫ്ലവർ അല്ലടാ ഫയറാന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഡയലോഗൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ തലവേദന എടുത്ത് കിടന്ന് ബഹളം വെക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് രേണുസുതി വിങ്ങി പൊട്ടിക്കൊണ്ട് കയറി പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ പോകണം, ബിഗ് ബോസ് എന്നെ എൻ്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടുക എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുന്ന ഒരു രംഗങ്ങളും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രമോയ്ക്കകത്ത്. അവിടെ രേണുസുതി ഒപ്പിച്ച് വെച്ചിട്ടും പിന്നീട് പുള്ളിക്കാരി അത്രയും പേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ആരൊക്കെ ഇനി എന്തൊക്കെ എന്നെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം അതായത് ഷേവിങ് ക്രീമൊക്കെ നമ്മൾ മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഓരോ റീസണൊക്കെ പറഞ്ഞില്ലേ, ക്യാപ്റ്റനായിട്ട് വരെ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതൊക്കെ നെഗറ്റീവ് എത്ര എന്നെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇതിൽ വലിയ നെഗറ്റീവ് പുറത്ത് നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ചീളി നെഗറ്റീവ് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം എൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് നമ്മളുടെ രേണുസുതി പറഞ്ഞത്. പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വരണമെന്നും പറഞ്ഞു. പിന്നെ പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കുന്ന കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ ഗെയിം തന്ത്രമായിട്ട് ഓരോന്ന് പുള്ളിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നകത്ത് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരി എങ്ങനെയെങ്കിലും 100 ദിവസമൊക്കെ പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരെല്ലാം ഇപ്പം പോസിറ്റീവിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ വോട്ടിംഗ് ലിസ്റ്റ് രണ്ടാമതായിട്ട് നമ്മുടെ രേണുസുതി കയറി വന്നെന്നുള്ള അറിയിപ്പും കൂടെ കിട്ടിയത്. അപ്പോൾ എന്തായാലും 100 ദിവസം രേണുസുതി മാക്സിമം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ.